പഞ്ചായത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനവുമായി തലക്കാട് പഞ്ചായത്തിന്റെ ബജറ്റ് അവതരണം നടന്നു. 35,27,30,960 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് AK ബാബുവാണ് ബജറ്റ് അവതരിപ്പിച്ചത്. 30,36,11,101 രൂപ വരവും 35,27,30,960 രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നിർമ്മിക്കും. സർക്കാർ അംഗീകാരം ലഭിച്ച യുനാനി ഡിസ്പെൻസറിക്ക് 45 ലക്ഷവും നിലവിലുള്ള ആയുർവേദ ഡിസ്പെൻസറി പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിക്കാനായി 45 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യ ശുചിത്വ മേഖലയ്ക്ക് 2,25,000 രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. ആഴ്ചച്ചന്ത തുടങ്ങാനും തുക വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലവസരങ്ങൾ അന്വേഷിക്കുന്ന യുവതീ-യുവാക്കൾക്കായി ഈസി ജോബ് എന്ന നൂതന പദ്ധതിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാർഷിക മേഖല, മൃഗസംരക്ഷണം, വിദ്യാഭ്യാസം, കലാകായികം, ഭവന നിർമ്മാണം, കുടിവെള്ളം തുടങ്ങിയവയ്ക്കും തുക വകയിരുത്തിയിട്ടുണ്ട്. ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ അധ്യക്ഷയായി. മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ മേഖലയിലും നമ്മൾ വളർച്ചകൾ നേടിയെടുത്തിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ 35% ഓരോ നമ്മളെ പഞ്ചായത്തുകൾക്ക് വേണ്ടി വിഹിതം മാറ്റിവെക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത നിലവാരത്തിലാണ് ഈ ജനകീയാസൂത്രണ സംവിധാനം വന്നതിലൂടെ പ്രാദേശിക സർക്കാരുകൾക്ക് നമ്മൾക്ക് ഈ ഫണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അധികാരങ്ങളോ മറ്റെന്തുണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് കൃത്യമായിട്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം കൂടി ലഭിക്കുന്നതോടുകൂടി മാത്രമേ ഓരോ ഏത് ഭരണ കേന്ദ്രങ്ങൾക്കും നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 1, 2, 3 ഹോസ്പിറ്റലുമായി നമ്മൾ ടൈപ്പ് ഉണ്ടാക്കാം. അതിനുള്ള സംവിധാനം ഉണ്ടാവും നോക്കണം. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരുപാട് ആളുകൾ ഡയാലിസിസ് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞ ഇമ്പിച്ചിപ്പാവ ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു ടൈപ്പ് ഉണ്ടാക്കാം. ഇമ്പിച്ചിപ്പാവ ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കാത്ത എത്രയോ രോഗികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്.